ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിൽ വളരെ ചരിത്രപ്രസിദ്ധമായ ഒരു കരാറാണ് കഴിഞ്ഞ ദിവസം ഒപ്പുവെച്ചത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയും പിന്നെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തിയും രണ്ടുപേരും കൂടി ജക്കാർത്തയിൽ വെച്ചാണ് ഈ ഒരു കരാറിന് ഒപ്പുവെച്ചത്. അപ്പോൾ ഈ കരാറിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ ഇന്തോനേഷ്യയ്ക്ക് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളും അതുകൂടാതെ അസ്ത്ര എയർ ടു എയർ മിസൈലുകളും കൊടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഈ ബ്രഹ്മോസ് മിസൈലുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ ശബ്ദത്തേക്കാൾ 3 ഇരട്ടി വേഗത്തിലാണ് ഈ ബ്രഹ്മോസ് മിസൈലുകൾ ശത്രുക്കളുടെ നീക്കങ്ങൾ കൃത്യമായി തകർക്കാനും ശത്രുക്കളുടെ നീക്കങ്ങൾ അടുത്തറിയാനും ഈ മിസൈലുകൾക്ക് കഴിയും. അതേപോലെ തന്നെ ഈ അസ്ത്ര എയർ ടു എയർ മിസൈലുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ദൃശ്യപരിധിക്ക് അപ്പുറത്തുള്ള ശത്രു വിമാനങ്ങളെപ്പോലും തകർക്കാൻ കഴിയും. അങ്ങനെ ഈ 2 മിസൈലുകൾ ഇന്തോനേഷ്യയ്ക്കും കൊടുക്കാം എന്നാണ് ഈ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഏകദേശം $200 മില്യൺ ഒരു കരാറായിരുന്നു ഒപ്പുവെച്ചത്. 1600 കോടിയിലധികം രൂപയാണ് ഈ ഒരു കരാറിന് പറഞ്ഞിരിക്കുന്ന തുക. അപ്പം ഇതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ബ്രഹ്മോസ് മിസൈലുകൾ ഇന്ത്യ ഇതിനു മുമ്പ് കൊടുത്തിരിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഫിലിപ്പീൻസ് ആയിരുന്നു. അത് 2022 ഫിലിപ്പീൻസുമായി ഈ ബ്രഹ്മോസ് മിസൈലുകളുടെ ഒരു കരാറ് ഒപ്പുവെച്ചത്. അത് 2024 ഫിലിപ്പീൻസിന് ഈ ബ്രഹ്മോസ് മിസൈലുകൾ കൈമാറുകയും ചെയ്തു. കരാർ ഒപ്പുവെച്ചത് 2022 24 ഈ ബ്രഹ്മോസ് മിസൈലുകൾ ഫിലിപ്പീൻസിന് കൈമാറിയത്. പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്തതായിട്ടും വിയറ്റ്നാമുമായിട്ടും ഇന്ത്യ ഒരു കരാറിൽ ഒപ്പുവെച്ചിരുന്നു. ഈ ബ്രഹ്മോസ് മിസൈലുകൾ ഈ വിയറ്റ്നാമിനും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കരാറിൻ്റെ ഈ രേഖകളൊന്നും അധികമായിട്ട് പുറത്തു വിട്ടിട്ടില്ല എന്നാണ് ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പിന്നീടാണ് ഇന്തോനേഷ്യ കരാർ വന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസിയൻ രാജ്യങ്ങളുമായി ഇന്ത്യ ഒരു സൗഹൃദ ബന്ധം സ്ഥാപിക്കുന്നു. പക്ഷേ ഈ ഒരു സൗഹൃദ ബന്ധം ആസിയൻ രാജ്യങ്ങൾ എന്ന് പറയുമ്പം ബ്രൂണോ, കംബോഡിയ, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, വിയറ്റ്നാം സിംഗപ്പൂർ തുടങ്ങിയ ഒരു 10ഓളം രാജ്യങ്ങളാണ് ഈ ആസിയൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഈ ആസിയൻ രാജ്യങ്ങളുമായി ഒരു സൗഹൃദ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിലൂടെ ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യയുടെ സ്വാധീനം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് ചൈനയ്ക്ക് വലിയൊരു തിരിച്ചടിയാണ് ആവുന്നത്. ഇനി എന്തുകൊണ്ടാണ് ചൈനയ്ക്ക് ഇതൊരു ഭീഷണിയാവുന്നതെന്ന് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, ചൈന ആയിട്ട് ഇന്ത്യക്ക് എപ്പോഴും യുദ്ധം നടത്തുന്ന ഒരു രാജ്യമാണ്. അപ്പം ഈ പാകിസ്ഥാനെ പോലെ തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1962 ഇൻഡോ ചൈന വാർ വരുന്നുണ്ട്. അത് ഏറ്റവും വലിയ യുദ്ധമായിരുന്നു ഇൻഡോ ചൈന വാർ. ഇൻഡോ ചൈന വാർ എന്ന് പറയുമ്പം അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ഹിമാലയൻ അതിർത്തിയായ ടിബറ്റൻ ആത്മീയ നേതാവായ ദലൈലാമയ്ക്ക് ഇന്ത്യ അഭയം കൊടുത്തു എന്നുള്ളതായിരുന്നു ആ ഒരു തർക്കത്തിന് കാരണം. ആ ഒരു റീസൺ അതിനെ ചൊല്ലിയാണ് 1962 ഇന്ത്യ ചൈന വാർ വരുന്നത്. അതിന് സിനോ ഇന്ത്യൻ വാർ എന്നാണ് പറയുന്നത്. 1967 ബോർഡർ ക്ലാഷസ് വരികയാണ്. നാത്തുല ചോല സംഘർഷങ്ങൾ വരുന്നു. സിക്കിം അതിർത്തിയിൽ ചൈന ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടന്നു കയറി പ്രവേശിച്ചപ്പം ആ ഒരു തർക്കത്തിന് ആസ്പദമാക്കിയായിരുന്നു ആ ഒരു യുദ്ധം വന്നത് 1967. വീണ്ടും 2020 ഗാൽവാൻ വാലി ക്ലാഷ് വരുവാണ് ഇന്ത്യ ചൈനയായിട്ട് തന്നെ. അങ്ങനെ തുടരെ ഇന്ത്യ ചൈനയായിട്ട് ഒരു യുദ്ധം നിലനിൽക്കുന്ന സമയത്ത് ഈ ഇന്തോനേഷ്യയുമായിട്ട് ഇന്ത്യക്കൊരു ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ തീർച്ചയായിട്ടും ഇൻഡോ പസഫിക് മേഖലയിൽ ഒരു സ്വാധീനം ഇന്ത്യക്ക് വരുമ്പോൾ ശരിക്കും അത് ചൈനയ്ക്ക് ഒരു തിരിച്ചടിയാവുന്നു കാണിക്കുന്നത്. അപ്പം ഇനി എങ്ങനെയാണ് ഇതൊരു തിരിച്ചടി ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മലാക്ക കടലിടുക്ക് വഴിയാണ് ചൈന 80% എണ്ണ ഇറക്കുമതി ചെയ്യുന്നത്. അതേപോലെ തന്നെ ലോകത്തിൻ്റെ വ്യാപാരത്തിൻ്റെ ഒരു 40% ഈ മലാക്ക കടലിടുക്ക് വഴിയാണ്. ഈ മലാക്ക കടലിടുക്ക് എവിടെയാണ്? ഇന്തോനേഷ്യയ്ക്കും മലേഷ്യയ്ക്കും ഇടയിൽ ഒരു തുറമുഖമുണ്ട് ഇന്തോനേഷ്യയുടെ. ആ ഒരു തുറമുഖമാണ് സബാങ് തുറമുഖം എന്നാണ് പറയുന്നത്. ഈ സബാങ് തുറമുഖം വഴിയാണ്, ഈ സബാങ് തുറമുഖത്തിലാണ് ഇപ്പം ഈ കരാർ ഏർപ്പെട്ടതോടുകൂടി ഇന്ത്യ ഇന്തോനേഷ്യ ബന്ധം കൂടുതൽ സുദൃഢമാവുന്നതും ഈ തുറമുഖം വികസിപ്പിക്കാനാണ് ഇന്ത്യ തുടങ്ങുന്നതും. അപ്പം ഈ തുറമുഖം അവിടെ നിൽക്കുന്നുണ്ട്. ഈ മലാക്ക കടലിടുക്ക് വഴി ഈ ചൈന വ്യാപാരം നടത്തുമ്പോൾ തീർച്ചയായും അത് ഇന്ത്യക്ക് അറിയാനും പറ്റും, ഇന്ത്യക്ക് അത് നിയന്ത്രിക്കാനും കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം. അപ്പം 1-2-3 കാര്യങ്ങളാണ് ഈ ചൈനയ്ക്ക് ഈ ഒരു ഭീഷണി ഇന്ത്യ വരുത്തി വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചൈന ഒന്ന് മലാക്ക കടലിടുക്കിൻ്റെ ഒരു സ്വാധീനം വന്നതോടുകൂടി അത് ഇന്ത്യക്ക്
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് അതൊരു സഹായവുമാണ്. അതുകൂടാതെ ഇന്തോനേഷ്യയ്ക്കും അത് വളരെ ഒരു ഉപകാരപ്പെടും. കാര്യം വെച്ചാൽ ഈ ഒരു കരാറിൽ ഏർപ്പെട്ടതോടെ ഇന്ത്യ ഇന്തോനേഷ്യ ബന്ധം സുദൃഢമാകുന്നതോടെ ചൈനയിൽ നിന്ന് പോകുന്ന കപ്പലുകൾക്കും ഒക്കെ ഈ മലാക്ക കടലിടുക്ക് വഴി ചൈനയുടെ കപ്പലുകൾ പോകുമ്പം അത് തീർച്ചയായിട്ടും വ്യാപാരത്തിന് ഇന്ത്യക്ക് വേണമെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റും. രണ്ടാമതൊരു കാര്യം ഈ ആയുധ ഇടപാടുകളും പ്രതിരോധവുമാണ്. ഇന്ത്യ ഇന്തോനേഷ്യയുമായി ഈ ബ്രഹ്മോസ് മിസൈലുകൾ കൈമാറിയതോടുകൂടി തന്നെ ഈ ബ്രഹ്മോസ് മിസൈലുകൾ വഴി ഇന്തോനേഷ്യയ്ക്ക് ചൈനയുടെ കപ്പലിൻ്റെ മൂവ്മെൻറ്റും ശത്രുക്കളുടെ നീക്കങ്ങളും ഒക്കെ കണ്ടുപിടിക്കാൻ പെട്ടെന്ന് തന്നെ പറ്റും. അപ്പം അങ്ങനെ വരുമ്പം ചൈനയുടെ ഒരു പ്രതിരോധത്തെ തകർക്കാൻ ഇന്തോനേഷ്യയ്ക്ക് പറ്റും. അത് ഡയറക്റ്റായിട്ട് ഇന്ത്യക്കും അത് സഹായകമാവും. പിന്നെ വീണ്ടും അടുത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചൈനയുടെ സ്ട്രിങ് ഓഫ് പേൾസ് എന്ന് പറഞ്ഞൊരു തന്ത്രമുണ്ട്. അത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയെ വളയാനായി തുറമുഖം വികസിപ്പിക്കുക. അത് നേരത്തെ തന്നെ ചൈന ചെയ്ത ഒരു പരിപാടിയായിരുന്നു. അത് ഇന്ത്യക്ക് എതിർക്കാൻ വേണ്ടിയിട്ടാണ്, ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ആ ഒരു തന്ത്രത്തിന് ഇതൊരു തിരിച്ചടിയാവുകയാണ്. കാര്യം ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലും ഇന്ത്യക്ക് ഈ സബാങ്ക് തുറമുഖത്തിൽ ഒരു സ്വാധീനം ഒക്കെ വരുമ്പം ഇന്ത്യക്ക് എപ്പോഴും വാച്ച് ചെയ്യാനും ഈ അസ്ത്ര മിസൈലുകളും കൈമാറുകയില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ദൃശ്യപരിധിക്ക് അപ്പുറത്തോട്ടുള്ള കാര്യങ്ങൾ വരെ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ചൈനയ്ക്ക് ആ തുറമുഖം വികസിപ്പിക്കലിനും ഒരു തിരിച്ചടി നേരിടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇന്ത്യയുടെ ഡിജിറ്റൽ രംഗത്തുള്ള വളർച്ച. ഇപ്പം ഇന്ത്യ ഇന്തോനേഷ്യ തമ്മിലുള്ള ഈ കരാർ, ഈ മിസൈലുകൾ കൈമാറും എന്നതിലുപരി ഏറ്റവും പ്രധാനമായിട്ട് ഇന്ത്യയുടെ UPI പേയ്മെൻറ്റ് സംവിധാനം ഇന്തോനേഷ്യക്ക് കൈമാറുകയാണ്. അത് വളരെ വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. കാരണം ചൈനീസ് സാമ്പത്തിക സംവിധാനങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന പല ഏഷ്യൻ രാജ്യങ്ങളും ഇപ്പം ഇന്ത്യയുടെ ഈ വളർച്ച വന്നതോടുകൂടി തന്നെ ശരിക്കും അവർക്കൊരു പെട്ടെന്നൊരു തിരിച്ചടിയാണ്. ഇന്ത്യക്ക് ഈ സംവിധാനങ്ങൾ, ഇന്ത്യയുടെ ഡിജിറ്റൽ രംഗത്ത് വളരെ വളരെ വലിയൊരു ഡെവലപ്മെൻറ്റ്സാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ജപ്പാൻ പ്രധാനമന്ത്രി വന്നു, ടക്കായിച്ചി വന്നു. അതും സാമ്പത്തിക വളർച്ച ഇന്ത്യയിൽ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങൾക്കും പല കരാറുകൾക്കും ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ സാമ്പത്തിക വളർച്ച കൂടുകയും ഇന്ത്യയുടെ UPI പേയ്മെൻറ്റ് സംവിധാനം ഇതുപോലുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്ക് കൈമാറുകയും ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ഡിജിറ്റൽ രംഗത്ത് തന്നെ വളരെ വലിയൊരു ഉയർച്ച ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ 3-4 കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ചൈനയ്ക്ക് ഇന്ത്യയോടുള്ള ആറ്റിറ്റ്യൂഡ് തന്നെ മാറുകയും ചൈനയ്ക്ക് ഒരു വൻ ഭീഷണിയായി ഇന്ത്യ മാറുകയും ചെയ്യുകയാണ്. അങ്ങനെ ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തികളിൽ ഒന്നായി മാറുകയാണ്. 2026 വിവിധ അന്താരാഷ്ട്ര പ്രതിരോധ വിലയിരുത്തലുകൾ പ്രകാരം ഇന്ത്യ ലോകത്തിലെ 4ാമത്തെ ശക്തിയായി സൈനിക ശക്തിയാവും. അതിന് ഒരു തെളിവുമുണ്ട്. കാരണം ഇന്ത്യയുടെ കയ്യിൽ ഇപ്പം ആണവായുധങ്ങൾ ഏകദേശം ഒരു 180-190 ആണവ വാർഹൈഡുകളുണ്ട്, ന്യൂക്ലിയർ ട്രയഡ് ഉണ്ട്, പ്രധാന മിസൈലുകൾ അഗ്നി 1-5 ഉണ്ട്, സൂപ്പർസോണിക് ഉണ്ട്, എയർ ഡിഫൻസിനുള്ള ആയുധങ്ങളുണ്ട്. അതുകൂടാതെ തന്നെ റഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ നേവിക്കുണ്ട്. സജീവ സൈനികരാണെങ്കിൽ ഒരു 15 ലക്ഷം സൈനികരുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഇന്ത്യയുടെ ഈ ഒരു വളർച്ച നമ്മുടെ ഒരു രാജ്യത്തിന് ഒരു നാഴിക കല്ലായി മാറുകയാണ്. ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ എന്ന പ്രധാനമന്ത്രിയുടെ ഈ ഒരു മന്ത്രം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ പ്രാക്ടിക്കലാക്കി, ഇന്ത്യ യാഥാർത്ഥ്യമാക്കി കൊണ്ടുവരികയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.